അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ശ്രീഭദ്രേ നാരായണ. നാളെ ആറ്റുകാൽ പൊങ്കാലയാണല്ലോ. ദാരികപദത്തിന് ശേഷം ഭക്തജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആ ഭദ്രകാളിയെ സ്ത്രീകൾ പൊങ്കാലയിട്ട് സ്വീകരിക്കുന്നു എന്നാണ് കരുതുന്നത്. അപ്പോൾ ചിലപ്പതികാരത്തിലെ കണ്ണകി, ആ അമ്മയാണ് ആറ്റുകാലിലിരിക്കുന്ന സാക്ഷാൽ ശ്രീ ഭദ്രകാളിയായ കണ്ണകി ദേവി. ദേവി ആ മധുരാപുരി മൊത്തം ചുട്ട് ചാമ്പലാക്കി പാണ്ഡ്യരാജാവിനെയും വംശത്തെയും കുലത്തോടെ മുടിച്ചു. സ്വർണ്ണപ്പണിക്കാരനെയും അയാളുടെ കുടുംബത്തെയും നശിപ്പിച്ചു. കലിയടങ്ങാത്ത ദേവി തൻ്റെ ആ കോപാഗ്നിയിൽ ആ നഗരം ചുട്ട് ചാമ്പലാക്കിയപ്പോൾ അമ്മയുടെ ശാന്തതയ്ക്ക് വേണ്ടി, അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഭക്തർ ആ അമ്മയെ, ആ കണ്ണകിയാകുന്ന ആ സ്ത്രീത്വത്തിൻ്റെ പ്രതിരൂപമാകുന്ന അമ്മയെ പൊങ്കാലയിട്ട് സമർപ്പിച്ച് ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി, ദേവിയുടെ ശാന്തസ്വരൂപത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതാണ് ആറ്റുകാൽ പൊങ്കാല. നിരപരാധിയായ തൻ്റെ ഭർത്താവിനെ പാണ്ഡ്യരാജാവ് അന്യായമായി വധിച്ചതിൽ കോപം പൂണ്ട് ആ വടക്കും കൊല്ലത്തെ കന്യാവായ കണ്ണകി ദേവി ഭയങ്കരമായ കാളീരൂപം ധരിച്ചുകൊണ്ട് പാണ്ഡ്യരാജാവിനെ വധിച്ചു. ശേഷം തൻ്റെ കോപാഗ്നിയാൽ മധുര നഗരത്തെ ദഹിപ്പിച്ച് ഒടുവിൽ ആ മധുര മീനാക്ഷി ദേവിയുടെ അപേക്ഷ പ്രകാരം കൊടുങ്ങല്ലൂരമ്മയിൽ ആ കണ്ണകി ദേവി ലയിക്കുകയാണ് ചെയ്തത്. പൊങ്കാല ആരംഭിക്കുന്ന സമയത്ത് തോറ്റമ്പാട്ടിൽ പാണ്ഡ്യരാജാവിൻ്റെ വധം പാടിയാണ് ഭഗവതിയെ നമ്മൾ സ്തുതിക്കുന്നത്. തോറ്റമ്പാട്ടിൽ ഭദ്രകാളിയുടെ അവതാരമായി വടക്കും കൊല്ലത്തെ കന്യാവായ ചിലപ്പതികാരത്തിലെ കണ്ണകിയെ നമ്മൾ ആ തോറ്റമ്പാട്ടിൽ സങ്കല്പിക്കപ്പെടുന്നു. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഭഗവതി കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നു എന്നാണ് വിശ്വാസം. കണ്ണകി ദേവി കൊടുങ്ങല്ലൂരമ്മയിൽ വിലയം കൊണ്ടു. അപ്പോൾ ആറ്റുകാൽ പൊങ്കാല സമയത്ത് ദേവി വീണ്ടും ആറ്റുകാലിലേക്ക് വരുന്നു. തോറ്റമ്പാട്ട് 9-ാം ദിവസം പൊങ്കാലയുമായി ബന്ധപ്പെട്ടിട്ടാണുള്ളത്. പാണ്ഡ്യവധവും കൈലാസയാത്രയുമാണ് ആ 9-ാം ദിവസത്തെ തോറ്റമ്പാട്ടിൽ വിശദീകരിക്കുന്നത്. സ്വർണ്ണപ്പണിക്കാരനെ കുലത്തോടെ മുടിച്ചതിന് ശേഷം ഭദ്രകാളി പാണ്ഡ്യരാജാവിൻ്റെ മുന്നിലേക്ക് എഴുന്നള്ളുകയാണ്. പാണ്ഡ്യനാട് അപ്പോൾ വിറയ്ക്കുന്നു. പാണ്ഡ്യൻ എല്ലായിടത്തും കാവലേർപ്പെടുത്തി. പക്ഷേ അമ്മ അവരെയെല്ലാം തൻ്റെ പള്ളിവാളിനിരയാക്കി. തുടർന്ന് രാജസന്നിധിയിൽ അട്ടഹസിച്ചെത്തുന്നു. രുദ്രൻ്റെ നേത്രത്തിൻ്റെ ആ അഗ്നിയിൽ നിന്നും പിറവി കൊണ്ടവളാണല്ലോ ആ ദേവി. ആ ദേവിയുടെ കണ്ണുകളിൽ അഗ്നിയാണ് നൃത്തം ചെയ്യുന്നത്. ആ പാട്ടിൽ ഇങ്ങനെയാണ്, തോറ്റമ്പാട്ടിൽ ദേവി ആ പാണ്ഡ്യരാജാവിൻ്റെ മുന്നിലേക്ക് എത്തുന്ന തോറ്റമ്പാട്ടിൽ വിവരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. 3000 കോടി മൂർഖൻ പാമ്പിനെ മുടിയിൽ വെച്ചുകൊണ്ട് വന്നവൾ, 4000 കോടി നാഗപ്പാമ്പുകളെ നടുവിൽ വെച്ച് ധരിച്ചവൾ, 7000 കോടി ഏകപ്പാമ്പുകളെ ഇടയ്ക്ക് വെച്ച് ധരിച്ചവൾ, ഒരു കൊലയാനയെ പുഷ്പമായിട്ട് ധരിച്ചവൾ, 2 കൊലയാനകളെ 2 കാതിലും ധരിച്ചവൾ, വലത്തെ കരത്തിൽ പള്ളിവാളും ഇടത്തെ കരത്തിൽ ത്രിശൂലവും സർവ്വ ആയുധങ്ങളും കൈകളിൽ വെച്ച് ധരിച്ച് ഭദ്രകാളി മാതാവ് ഉഗ്രരൂപിണിയായി നിൽക്കുകയാണ്. ഇത് കണ്ട് വിറച്ച പാണ്ഡ്യൻ അമ്മയോട് മാപ്പിരക്കുകയാണ്. അമ്മേ ഭഗവതി, ഹരൻ്റെ തിരുമകളെ, എന്നെ കൊല്ലല്ലേ. അടിയൻ പിഴച്ച പിഴവകൾ പെറ്റമ്മ മാതാവ് ആയ അമ്മ ആ പിഴവുകളൊക്കെ പൊറുക്കുന്നത് പോലെ എന്നോട് ഞാൻ ചെയ്ത പിഴകളെല്ലാം അമ്മ എന്നോട് പൊറുക്കണേ. അടിയനെ അമ്മ കൊന്നില്ല എങ്കിൽ പലതരം നേർച്ചകൾ തരാം. തോറ്റമ്പാട്ട് നേർച്ച, ആടിനെ വെട്ടിയുള്ള ഗുരുസി, കോഴി വെട്ടി ഗുരുസി, പിള്ളത്തൂക്കം, ഗരുഡൻ കെട്ട്, കുതിരക്കെട്ട് നേർച്ച എന്നിവയൊക്കെ അമ്മയ്ക്ക് ഞാൻ തരാം.
എന്ന് പാണ്ഡ്യൻ പറഞ്ഞ് കേഴുകയാണ് അമ്മയുടെ മുന്നിൽ. ഇത് കേട്ടിട്ട് അമ്മ പറയുകയാണ്, നീ പിഴച്ച പിഴകൾ ഞാൻ ഒരിക്കലും പൊറുക്കില്ല പാണ്ഡ്യ എന്ന് പറഞ്ഞുകൊണ്ട് വലം കൈയിലെ തൻ്റെ പള്ളിവാളുകൊണ്ട് അധർമ്മിയായ പാണ്ഡ്യൻ്റെ ശിരസ് അമ്മ അറക്കുന്നു. പാണ്ഡ്യൻ്റെ ശിരസിനെ അമ്മ ഖണ്ഡാകർണൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് ആ ശരീരത്തെ അമ്മ കണ്ടം തുണ്ടം ഒക്കെയായി വെട്ടി നുറുക്കി കാളികൾക്കും കൂളികൾക്കും ഭക്ഷിക്കാൻ കൊടുക്കുന്നു. വേതാളി എന്ന ഭദ്രകാളി തൻ്റെ ആ വാഹനമായ ഭയങ്കരി ആകട്ടെ, ഭദ്രകാളിയുടെ വാഹനമായ വേതാളി എന്ന ഭയങ്കരി ആ രക്തത്തിൽ കിടന്ന് കുളിച്ച്, അതിനെയാണ് ഗുരുസി എന്ന് പറയുന്നത്, ഗുരുസിയിൽ കുളിച്ച് തിമിർക്കുന്നു പാണ്ഡ്യൻ്റെ രക്തത്തിൽ. എന്നിട്ട് ഖണ്ഡാകർണനെ വിളിച്ചിട്ടാണ് അമ്മ ആ ശിരസ് ഏൽപ്പിക്കുന്നത്. ഈ ശിരസ് നീ സൂക്ഷിച്ചു വെച്ചുകൊള്ളൂ കുഞ്ഞേ എന്ന് പറയുകയാണ്. ഇനിയും എൻ്റെ കാൽച്ചിലമ്പ് എടുക്കാനുണ്ട് എന്നും പറഞ്ഞ് അമ്മ പാണ്ഡ്യൻ്റെ സദസ്സിലേക്ക് എത്തുന്നു. അപ്പോൾ കാൽച്ചിലമ്പുകൾ അവിടെ നിന്ന് കുലുങ്ങി. അമ്മ നോക്കിയപ്പോൾ തന്നെ ആ 2 ചിലമ്പുകളും അമ്മയുടെ കാലിൽ വന്ന് ചേർന്നു. തുടർന്ന് പൊട്ടക്കിണറ്റിൽ തള്ളിയ പാണ്ഡ്യപത്നിയായ പെരുന്തേവിയെ പൊട്ടക്കിണറ്റിൽ തള്ളുകയാണ് ചെയ്തത്. അമ്മ കണ്ടെത്തിയതിന് ശേഷം ത്രിശൂലം നീട്ടിയപ്പോൾ ഈ പെരുന്തേവി അതിൽ കയറി പിടിക്കുകയും കരയ്ക്ക് കയറുകയും ചെയ്തു. അമ്മ പെരുന്തേവിയുടെ വലത്തെ മാറിടം പറിച്ചെടുത്ത് എറിഞ്ഞു. അത് വന്ന് വീണിടത്ത് അമ്മൻ കോവിൽ എന്ന ക്ഷേത്രം ഉണ്ടായി. അങ്ങനെ അമ്മ അതിനുശേഷം പെരുന്തേവിക്ക് ധാരാളം വരങ്ങൾ നൽകുകയാണ്. അമ്മ പെരുന്തേവിയോട് പറയുകയാണ്, വിശ്വകർമ്മജരും ചെട്ടിമാരും ഉള്ളിടത്ത് 3 പെരുവഴി ചേരുന്നിടത്ത് അമ്മൻ കോവിൽ ഉണ്ടാകും. നീ മുത്താരമ്മയായി വാഴും. ഓടുമേഞ്ഞമ്പലം എനിക്കാണെങ്കിൽ ഓലമേഞ്ഞമ്പലം നിനക്കുണ്ട്. ആടുവെട്ടി ഗുരുസി എനിക്കാണെങ്കിൽ കോഴി വെട്ടി ഗുരുസി നിനക്കാണ്. പള്ളിവാൾ എനിക്കാണെങ്കിൽ തൃശൂലം നിനക്കാണ്. പൊങ്കാല വിളയാട്ടം എനിക്കാണെങ്കിൽ മഞ്ഞ നീരാട്ട് നിനക്കാണ്. തോറ്റംപാട്ട് എനിക്കാണെങ്കിൽ വിൽപ്പാട്ട് നിനക്ക് തന്നെ. കുംഭത്തിലെ ചെറുഭരണി മുതൽ മീനത്തിലെ ഇളം ഭരണി വരെ നിന്റെ ആഘോഷങ്ങൾ നടത്തപ്പെടും എന്നിങ്ങനെയുള്ള ധാരാളം വരങ്ങൾ അമ്മ മുത്താരമ്മയ്ക്ക് നൽകി. അങ്ങനെ ആ ഭദ്രകാളിയമ്മ മുത്താരമ്മയെ അനുഗ്രഹിക്കുന്നു. മുത്താരമ്മ എന്ന് പറയുന്നത് ഈ പാണ്ഡ്യൻ്റെ പത്നിയായ പെരുന്തേവിയുടെ വലത്തെ മാറ് പറിച്ചെടുത്ത് എറിഞ്ഞെടുത്തുണ്ടായ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് പെരുന്തേവി എന്ന അമ്മയുടെ ആശ്രിതയായ ദേവിയാണ്. മുത്താരമ്മയായും മുത്താരമ്മൻ കോവിലായും ഒക്കെ മാറിയത്. തുടർന്ന് ഖണ്ഡാകർണനിൽ നിന്നും പാണ്ഡ്യ ശിരസ് അമ്മ കയ്യിൽ വാങ്ങിയിട്ട് ആർത്തട്ടഹസിച്ചു. എന്നിട്ട് കൈലാസപുരത്തേക്ക് മഹാദേവനെ കാണാൻ അമ്മയുടെ ഒരു വരവാണ്. പാണ്ഡ്യ ശിരസ് കൈലാസത്തിൽ ഉള്ള അത്തിമരത്തിൻ്റെയും അരയാലിൻ്റെയും, അത്തിമരത്തിൽ പാണ്ഡ്യശിരസും അരയാലിൻ്റെ വലം കൊമ്പത്ത് ദാരികൻ്റെ ശിരസും അമ്മ കൊണ്ട് കെട്ടിത്തൂക്കിയിടുകയാണ്. ശ്രീ പരമേശ്വരന് എന്നും തൃക്കാഴ്ച കാണുവാൻ വേണ്ടി. ഈ സമയം ശക്തിസ്വരൂപിണിയുടെ അനുഗ്രഹത്തിനായി ഭക്തരുടെ പൊങ്കാല സമർപ്പണം നടക്കുന്നു. ഇതാണ് ആറ്റുകാൽ പൊങ്കാല. ഈ ആറ്റുകാൽ എന്ന് പറയുന്ന ശ്രീ ഭദ്രകാളിയുടെ, ശ്രീ കണ്ണകി ദേവി ഭദ്രകാളി രൂപം പൂണ്ട് ആ മധുരാപുരി നശിപ്പിച്ച് തൻ്റെ കോപത്തിനിരയാക്കിയ, തൻ്റെ ആ പ്രതികാരത്തിനിരയാക്കിയ ആ ഒരു പ്രചണ്ഡമായിട്ടുള്ള ആ ഒരു അവസ്ഥയ്ക്ക് ശമനത്തിനും അമ്മയുടെ പ്രസാദത്തിനും സന്തോഷത്തിനും വേണ്ടി ഇടുന്നതാണ് ആറ്റുകാൽ പൊങ്കാല. ഇതേയുള്ളൂ യഥാർത്ഥത്തിൽ പൊങ്കാല സമർപ്പണം അവിടെ മാത്രം നടക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കാണുന്ന മറ്റു ക്ഷേത്രങ്ങളിലെ ആ പൊങ്കാല പോലെ അല്ല ആറ്റുകാൽ പൊങ്കാല. അതിന് വളരെ പ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെ ധാരികവധം കഴിഞ്ഞ് കോപമൊട്ടും അടങ്ങാതെ നിൽക്കുന്ന ആ ഭദ്രകാളിയെ ശാന്തയാക്കാൻ വേണ്ടി ശിവഭഗവാന്റെ ഭൂതഗണങ്ങളും ദേവന്മാരും മഹർഷിമാരും നടത്തിയ സ്തുതികളെയും നൃത്തങ്ങളെയും പൂജകളെയുമെല്ലാം അനുസ്മരിച്ച് നടത്തുന്ന ഒരു ഉത്സവമാണ് കുമ്മാട്ടി എന്ന് പറയുന്ന കലാരൂപവും. ഇതും
ദേവിയുടെ ആ ഭദ്രകാളിയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ധാരിക വിളക്കും ധാരികനെ അമ്മ അലറിക്കൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് ഓടിക്കുന്ന രംഗങ്ങളുമൊക്കെയുണ്ട് ക്ഷേത്രങ്ങളിൽ. എൻ്റെ ക്ഷേത്രമായ ചെട്ടുകുളങ്ങരയിൽ അമ്മ ദേവിയുടെ അമ്മയായ കൊടുങ്ങല്ലൂർ അമ്മയുടെ അരികിലേക്ക് പോകുവാൻ മീനഭരണി ഇവിടെ തലേ ദിവസമായ അശ്വതി ദിവസം പ്രഭാതത്തിലാണ് വളരെ പുലർച്ചെ വെളുപ്പാനും കാലത്താണ് അമ്മ ഈ മീനഭരണി ഉത്സവം ദേവി എല്ലാവരോടും യാത്ര ചോദിച്ചിട്ട് കൊടുങ്ങല്ലൂരേക്ക് പോകുന്ന ഒരു പോക്കുണ്ട് അമ്മയുടെ. അതാണ് അമ്മയുടെ യാത്ര ചോദിപ്പും ആ കൊടുങ്ങല്ലൂർ അമ്മയെ കാണാനുള്ള ആ പോക്കും. അപ്പോൾ പോളവിളക്കുകളും ധാരാളം താലപ്പൊലികളും അതിൻ്റെ കൂടെ തന്നെ ഈ ധാരിക വിളക്കുമുണ്ട്. അന്നൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഈ ധാരിക വിളക്ക് ഇങ്ങനെ ധാരികൻ്റെ വിളക്ക് 2-3 പേരും ഒക്കെ തോളിലേറ്റി ധാരാളം വിളക്കുകൾ കൊണ്ട് ഇങ്ങനെ അമ്മയുടെ അടുക്കലോട്ട് ഇങ്ങനെ അനുഗ്രഹിച്ച് നിൽക്കുന്ന അമ്മയുടെ ജീവതയുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അമ്മ ഓടി ചെല്ലും ആ ധാരികൻ വിളക്കിനെതിരെ. അപ്പോൾ അത് കാണാൻ തന്നെ ജനങ്ങളുടെ ഒരു വല്ലാത്ത തിക്കും തിരക്കുമാണ്. വെളുപ്പിനെ അമ്മ കൊടുങ്ങല്ലൂരേക്ക് പോകുന്ന ആ ഒരു യാത്ര കാണാൻ നിൽക്കുന്ന ജനത്തിൻ്റെ ആവേശം ഈ ധാരിക വിളക്കിന് പിന്നാലെ അമ്മ ഓടുന്ന ഒരു രംഗമുണ്ട് ആ വെളുപ്പാൻ കാലത്ത്. അപ്പോൾ അന്നൊക്കെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഈ ദേവി ഈ ധാരികൻ്റെ വിളക്ക് കാണുമ്പോൾ ഇത്ര കോപത്തോട് ഓടുന്നത് എന്തിനാണെന്ന്. പിന്നീടാണ് ആ കണ്ണകി ദേവിക്ക് ധാരികനെന്നും ആ പാണ്ഡ്യരാജാവും ഒക്കെ കൊടുത്ത ആ ശിക്ഷ, അമ്മ അവർക്ക് കൊടുത്ത പ്രതികാരം എല്ലാം നമുക്ക് ഈ ആറ്റുകാൽ പൊങ്കാലയുടെ അനുസ്മരണമായി കാണാം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഞാൻ പോകാൻ കഴിഞ്ഞില്ല. ഞാൻ ഒരു പ്രാവശ്യമേ ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുത്തിട്ടുള്ളൂ. മുൻപ് ഞാനത് പറഞ്ഞിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് എല്ലാവരും പോകും. അന്ന് ഞങ്ങളുടെ സ്കൂളിൽ വളരെ ചുരുക്കം ടീച്ചേഴ്സ് മാത്രമേ കാണുകയുള്ളൂ. എല്ലാവരും പൊങ്കാലയ്ക്ക് പോകും. ഞാൻ പൊങ്കാലയ്ക്കൊന്നും പോയി ശീലമില്ല. എൻ്റെ അമ്മ പോകാത്തത് കാരണം എനിക്കതിനെക്കുറിച്ചെങ്ങും വലിയ പിടിയില്ലായിരുന്നു. അമ്മ അങ്ങനെ അമ്പലങ്ങളിലും പൊങ്കാലയിടാനും അങ്ങനെയൊന്നും പോകില്ല. പരമമായ ഈശ്വര ചൈതന്യത്തിൽ മാത്രം വിശ്വസിക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുന്ന അമ്മയാണ്. അപ്പോൾ ടീച്ചേഴ്സ് പോയപ്പോൾ ഞാനും അവരുടെ കൂടെ പോയി. 3 ദിവസത്തെ വ്രതവും 7 ദിവസത്തെ വ്രതവും ഒക്കെ എടുക്കാനുണ്ടായി. എനിക്കതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ആ ഒരു ദിവസം വൈകുന്നേരം വരെയും സ്കൂളിൽ പോയതിന് ശേഷം പിറ്റേന്ന് പ്രഭാതത്തിൽ 4 മണിയായപ്പോഴാണ് അന്നത്തെ ഒരു ദിവസത്തെ ആ ഒരു വ്രതശുദ്ധിയേ ഉള്ളായിരുന്നു. പൊങ്കാലയുടെ സാധനങ്ങളെല്ലാം സ്കൂളിൽ നിന്ന് വൈകുന്നേരം വന്നതിന് ശേഷം സംഘടിപ്പിച്ച് ആ വെളുപ്പിന് 4 മണിക്ക് പോയി ഒരു അമ്പലത്തിൻ്റെ അരികിലെങ്ങും അല്ല, കുറച്ച് വടക്കോട്ട് മാറി ഒരു സ്ഥലത്താണ് ഞങ്ങൾക്ക് പൊങ്കാലയിടാനുള്ള ഒരു അവസരം കിട്ടിയത്. അങ്ങനെ ഇട്ടു. അതിനുശേഷം കുറച്ച് വടക്കും മറിയായതിന് കാരണം വലിയ വാഹന തിരക്കിൽപ്പെടാതെ ഞങ്ങൾക്ക് വൈകുന്നേരം സന്ധ്യ ആയപ്പോഴത്തേക്ക് തിരികെ വരാനൊക്കെ കഴിഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞ് അന്ന് രാത്രിയിൽ ഞാൻ പൊങ്കാല ഇട്ടപ്പോൾ ഞാനൊന്നും ആഗ്രഹിച്ചും ഒന്നും ചെയ്തിട്ടല്ല പൊങ്കാലയിട്ട്. എനിക്ക് എല്ലാവരും പൊങ്കാല ഇടുന്നു, എനിക്കും അമ്മയ്ക്ക് വേണ്ടി പൊങ്കാല സമർപ്പിക്കണം എന്ന് കരുതി ആ പൊങ്കാലയിൽ അമ്മയെ മാത്രം ഇങ്ങനെ ഓർത്തുകൊണ്ട് തന്നെ ആരാധിച്ചുകൊണ്ടാണ് ആ പൊങ്കാല അടുപ്പിൽ തീ പകർന്നതും ആ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് അരി സമർപ്പിക്കുന്നതുമെല്ലാം. പ്രത്യേകിച്ച് അമ്മയുടെ മുന്നിൽ സമർപ്പിക്കാൻ എനിക്കൊരു ആവശ്യങ്ങളും മനസ്സിലുണ്ടായിരുന്നില്ല. ആവശ്യങ്ങളില്ലാഞ്ഞിട്ടല്ല, നമ്മളുടെ ആവശ്യം സാധിക്കാനല്ലല്ലോ ദേവന്മാരിരിക്കുന്നത്. അപ്പോൾ ആ ദേവിയെ പ്രസാദിപ്പിക്കുക എന്നതിന് വേണ്ടിയാണ് ഞാൻ ആ പൊങ്കാല സമർപ്പിച്ചത്. അന്ന് രാത്രി ഞാൻ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സ്വപ്ന ദർശനം എനിക്ക് ദേവി തന്നു. ആ മധുര നഗരം മുഴുവൻ ചുട്ടുചാമ്പലാക്കി ആ അതിഭയങ്കരമായ ആ അഗ്നി, ഇങ്ങനെ കത്തിജ്വലിക്കുന്ന അഗ്നിശകലങ്ങൾക്കിടയിൽ ഞാൻ അമ്മയെ വിളിച്ചു നിന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ കോപാഗ്നിയിൽ മധുര നഗരം ചുട്ടുചാമ്പലാകുന്ന രംഗവും ആ ചൂടും അതിൻ്റെ ആ ഘോരമായ അവസ്ഥയും എല്ലാം അമ്മ എനിക്ക് കാണിച്ചു തരികയാണ്. ഉണർന്നപ്പോൾ ഞാൻ ആകെ ഭയന്നു. ഞാൻ ചെയ്ത പൊങ്കാലയിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചോ, അമ്മ എന്നോട് കെറിവിച്ചതാണോ, അമ്മ ദേഷിച്ചതാണോ എന്നോട് എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടായി. പിന്നീടാണ് ഞാൻ പിറ്റേ ദിവസം വന്ന് ഞങ്ങളുടെ സീനിയർ ടീച്ചേഴ്സുണ്ട്, ആ ടീച്ചേഴ്സിനോട്, അതിലൊരു ടീച്ചറുണ്ട്
ബീന എന്ന് പറഞ്ഞ ടീച്ചർ. അമ്മയുടെ വളരെ ഭക്തയും വളരെ ജ്ഞാനിയുമാണ്. ടീച്ചറിനോട് പറഞ്ഞപ്പോഴാണ് ടീച്ചർ എന്നോട് പറഞ്ഞത്, എന്തിനാണ് പൊങ്കാല ഇടുന്നത് എന്നുള്ള കാര്യം നിനക്ക് പറഞ്ഞതെന്നാണ് ദേവി. അമ്മയുടെ കോപാഗ്നിക്ക് എല്ലാറ്റിനെയും ചുട്ടുചാമ്പലായ അമ്മയുടെ മുന്നിൽ ഭക്തർ ചെന്ന് സമർപ്പിച്ച പൊങ്കാലയാണ്. ഭക്തരായ സ്ത്രീകൾ അമ്മയെ ആക്കാനും സന്തോഷിപ്പിക്കുവാനും ചെയ്തതാണ് പൊങ്കാല. അമ്മയുടെ ആ യഥാർത്ഥ രൂപം എന്താണ് അമ്മ ചെയ്തതെന്നുള്ളത് ഭക്തിയുള്ള നിന്നെ കാണിച്ചതെന്നതാണ് ദേവി. നീ ഒരു പ്രാവശ്യമേ പൊങ്കാല സമർപ്പിച്ചുള്ളൂ, എങ്കിലും അമ്മയ്ക്ക് നിന്നോടുള്ള അനുഗ്രഹം കൊണ്ട് കാണിച്ചു തന്നാണ് ദേവി എന്ന് എന്നോട് ടീച്ചർ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സമാധാനവും സന്തോഷവും തോന്നി. ആ ചൂട് എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഉണ്ട്, ആ നഗരം നിന്ന് കത്തിയെരിയുന്നേ. അപ്പോൾ നാളെ പ്രഭാതത്തിൽ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ അമ്മയ്ക്ക് പൊങ്കാല ഇടുമ്പോൾ അതിന് പോകാൻ കഴിയാത്തവർ ധാരാളം പേരുണ്ടാകും. അതിൽ പങ്കെടുക്കാൻ കഴിയാത്തവർ. നമുക്ക് മനസ്സുകൊണ്ട് നമ്മുടെ ഉള്ളിലും അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാം. അമ്മയുടെ നാമങ്ങൾ, ആ അന്നപൂർണേശ്വരിയായ അമ്മയുടെ നാമങ്ങൾ ജപിച്ച് നമുക്ക് നാളത്തെ ദിനത്തെ സമ്പൂർണ്ണമാക്കാം. ഓരോ നെയ്ദീപവും നമ്മുടെ ഹൃദയത്തിലും അമ്മ തെളിക്കട്ടെ. അമ്മയുടെ അനുഗ്രഹം നമ്മൾ ഓരോരുത്തരിലും ചൊരിയുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ജഗദീശ്വരിയായ ജഗദംബയായ ആ സാക്ഷാൽ ആ രുദ്രമൂർത്തിയുടെ തൃക്കണ്ണിൽ നിന്ന് പിറവി കൊണ്ട ആ മഹാകാളിയെ, ആ ഭദ്രകാളിയെ നമുക്കും പ്രാർത്ഥിക്കാം. സർവകർമ്മങ്ങളും ദേവിയുടെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.